ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മൂന്നാം ഘട്ടം നമുക്കറിയാം നടന്നു കഴിഞ്ഞു. ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. മൂന്നാം ഘട്ടം പരീക്ഷ അത്യാവശ്യം ലളിതമായിട്ടുള്ള ഒരു എക്സാമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓഫീസ് അറ്റൻഡന്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ്, ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് ജനുവരി 25 PSC നടത്തിയ മൂന്നാം ഘട്ട 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലളിതമാണ്. ചോദ്യങ്ങളിലെ ഭൂരിഭാഗവും ശരാശരിക്കാർക്ക് പോലും ഉത്തരം എഴുതാൻ കഴിയുന്നവയായിരുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള 6 7 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചരിത്രവും ഭരണഘടനയും ഭൂമിശാസ്ത്രവും എല്ലാം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെയും അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളെയും പിന്തുടർന്ന് വന്നവയായിരുന്നു. കറണ്ട് അഫെയർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ ചോദ്യങ്ങളും കാര്യമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്ര വിഭാഗത്തിലെ 4-5 ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണിതവും ശരാശരി നിലവാരത്തിൽ ആയിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ, അതുപോലെ തന്നെ ഫതഹ് മുബീൻ എന്ന അറബിക് കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്, സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം എന്നീ ചോദ്യങ്ങളൊക്കെ അല്പം വേറിട്ട ചോദ്യങ്ങളായിട്ട് മാറി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന ചോദ്യത്തിന് PSC ഉത്തര സൂചികയിൽ ആനമുടി എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ കാഞ്ചൻജംഗയാണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് ഈ ഒരു വാർത്തയിൽ അവർ പറയുന്നത് ഏകദേശം 75 മുതൽ 82 മാർക്ക് വരെയാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയായിട്ട് അവർ പറയുന്നത്. ഈ ഒരു മാർക്ക് തന്നെ കട്ട് ഓഫ് മാർക്കായിട്ട് വരുമെന്നതിൽ യാതൊരു നിർബന്ധവുമില്ല. PSC ആണ് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്നത്. എത്ര ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, എത്ര വാക്കൻസി ഉണ്ട് എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരീക്ഷയുടെ ഈ ഒരു നിലവാരമെല്ലാം നോക്കിയിട്ടാണ് PSC കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുക. എന്നിരുന്നാലും ഈ ഒരു വാർത്തയിൽ പറയുന്ന കട്ട് ഓഫ് മാർക്ക് 75 മുതൽ 82 മാർക്ക് വരെയാണ്. പരീക്ഷ അല്പം ലളിതമായതുകൊണ്ടായിരിക്കാം ഇത്തരം ഉയർന്ന കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ മൂന്നാം ഘട്ട പ്രിലിംസ് എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ അനുഭവപ്പെട്ടത്? കട്ട് ഓഫ് ഇത്ര മാർക്ക് വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നോ പരീക്ഷ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. അതുവരേക്കും ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടെ കൂടുമല്ലോ. താങ്ക് യു.